ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചീസ് വേൾഡ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല കുരുമുളക് ഇട്ട് വരട്ടിയ ചിക്കൻ ലിവർ വരട്ടിയതാട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ രാവിലത്തെ പലഹാരം ഏതായാലും അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ചിക്കൻ ലിവർ വരട്ടിയതാട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോയാലോ. ഞാനിന്ന് ചിക്കൻ ലിവർ മാത്രം വെച്ചിട്ടാണ് വരട്ടുന്നത്, അല്ലാതെ ചിക്കൻ ലിവറിൻ്റെ പാർട്സും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. കാരണം അതിവിടെ ആരും കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ്റെ ലിവർ മാത്രം വെച്ചിട്ടാണ് ഞാൻ വരട്ടുന്നത്. പിന്നെ ഞാൻ കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് ഞാൻ ചിക്കൻ ലിവർ വരട്ടുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചിക്കൻ ലിവർ വരട്ടാൻ നോക്കാം. ആദ്യം പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ആ ഓയിലോട്ട് കുറച്ച് ഉലുവ, ഒരു 2 നുള്ളു ഉലുവയും പിന്നെ 2 നുള്ളു പെരിഞ്ചീരം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയിലോട്ട് തന്നെ നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. സവാള മൂത്ത് വരുന്ന ടൈമിൽ നമുക്ക് അതിലോട്ട് 2 തക്കാളി ചെറുതായി അരിഞ്ഞതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഇട്ടെടുത്ത ശേഷം തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നല്ലോണം കുക്കായതിന് ശേഷം നമ്മൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒരേ അളവിലെടുത്തിട്ട് അതുപോലെ 3 പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലോണം ചതച്ചെടുക്കാം. എന്നിട്ട് തക്കാളി കുക്കായതിന് ശേഷം അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എൻ്റെ ഇതൊന്ന് ആ വീഡിയോ ക്ലിപ്പ് ഡിലീറ്റായി പോയി, അതാണ് ഞാൻ വീഡിയോ ഇതിൽ ആഡ് ചെയ്യാത്തത്. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിനൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ഇതിലോട്ട് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തില്ലേ. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് നമ്മൾ കഴുകി വാര വെച്ചിട്ടുള്ള ചിക്കൻ്റെ ലിവർ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ചിക്കൻ ലിവർ വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ലിവർ വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 ഭാഗത്തോളം വെള്ളം വറ്റിയിട്ടുണ്ട്. പിന്നെ ഞാനിത് കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് ഞാൻ ചിക്കൻ്റെ ലിവർ വരട്ടിയെടുക്കുന്നത്. രാവിലത്തെ പലഹാരത്തിനും കൂടി വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലോണം വറ്റിച്ചിട്ട് നല്ല വരട്ടിയ പോലെ ആക്കിയെടുക്കാം. ഞാൻ കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് വരട്ടിയെടുക്കുന്നത്. ഇനി നമുക്കിത് കുറച്ച് നേരം കൂടി അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ലിവർ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് വരട്ടിയത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വരട്ടിയെടുക്കാം. അപ്പോൾ നമുക്കിത് ചോറിൻ്റെ കൂടെയും അതുപോലെ പലഹാരത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ചിക്കൻ ലിവർ വരട്ടിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഫ്രണ്ട്സൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.